ഗോതമ്പ് ദോശ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതാവുമ്പോൾ കറി വേണ്ട കേട്ടോ, നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗോതമ്പ് ദോശ കഴിക്കാൻ മടിയുള്ളവരും ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. ഇനി ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശ നല്ലപോലെ ക്രിസ്പിയായിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരുപാട് ലൂസാവരുത്, ഇതുപോലെ ആയിരിക്കണം നമ്മളെ മാവ്. ഇനിയിപ്പോൾ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ദോശ ചൂടുന്ന സമയത്ത് ഒരു ഫില്ലിങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ആ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ്. അപ്പോൾ ശർക്കര പൊടിയില്ലെങ്കിൽ അതൊന്ന് ശർക്കര പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ശർക്കര പൊടി ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ അതിൻ്റെ ആ ഒരു മധുരമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു കല്ല് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഒരു കയ്യിൽ മാവ് നല്ലപോലെ ഒന്ന് നേർങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിനും കുറച്ച് ഹെൽത്തി ആയി കിട്ടാനും നമ്മൾ ഇതിലേക്ക് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ദോശ. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ആ ഒരു അറ്റൊന്ന് പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരു തിരിച്ചിടുമ്പോൾ ഒരു ഫില്ലിങ് ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെയും അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നല്ല ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ.